ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ ചെടി എൻ്റെ കയ്യിൽ വന്നു. ഇന്നസെന്റേട്ടൻ അറിയാതെ അത് കുഴിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ്. നീ എന്തായി കാണിക്കേ? ലൈസൻസ് ഉണ്ടോടാ? ഉണ്ട്. ഉണ്ടെങ്കിൽ അതല്ല ചോദിച്ച, നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന്. അത് ജഗതി ചേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓടി വന്ന് എന്നെ പിടിച്ചു. നീ എന്തിനാണ് ഓടിയ? അള്ളാനെ പേടിച്ചിട്ടാണ്. അള്ളാനെ പേടിച്ചിട്ട് നീ എന്തിനാണ് ഓടുന്നത്? ഞാൻ ചെയ്ത ഈ കാര്യത്തിനെ അക്നോളജ് ചെയ്ത് അതിനെ ഹൈറ്റിൽ എത്തിച്ചു. ചോക്ലേറ്റ് ബോയ് ക്യാരക്ടേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടോ പിന്നീട്? അതിനേക്കാളും നല്ലതായിട്ടുള്ള ചോക്ലേറ്റ് ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചാക്കോച്ചന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഡബിൾ റോളാണ്. ഒന്ന് ചോക്ലേറ്റ് ആയിട്ട് ഒന്ന് വേറെ. ഞാൻ ഇത്ര ബ്ലഡ് മലയാള സിനിമയ്ക്ക് വേണ്ടി ചോര ഒഴിച്ചു. ചാക്കോച്ചന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പുറത്തെ ഇരിപ്പുണ്ട്. മോഹൻലാൽ തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ആനയുടെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അത് വലിയ വാല്യുബിൾ ഒരു അഡ്വൈസ് ആയിരുന്നു. പേരുകളിൽ അങ്ങനെ വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് റിയൽ ലൈഫിലുള്ള പേരാണെങ്കിൽ ജഗദീഷ്, കിട്ടുന്നത് അപ്പുകുട്ടൻ. അപ്പൊ തങ്കു, വീട്ടിലെ പേര് തങ്കു എന്നാണ്. എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ട് കുറച്ച് നാളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് ഐ ഷുഡ് നോട്ട് ഹാവ് അക്സെപ്റ്റഡ് ദോസ് റൂൾസ്. ഞാൻ നിങ്ങളെക്കാളും എല്ലാം ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നതിനാണ് ഏറ്റവും വലിയ മണ്ടൻ. അയ്യോ, എപ്പോഴായിരുന്നു എന്ത് പണിയല്ലേ നീ വിഷമിക്കാതെ, ദൈവം നമ്മളെ കൈവടിയാതിരിക്കില്ല. സർ ചായ എന്ന് ചോദിക്കാൻ നേരത്തെ ശ്രീനിവാസൻ ഡയലോഗ് വേണ്ടി വന്നേക്കും. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. പണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മുറിവൊന്നും അല്ലാണ്ട് അടിയൊക്കെ കിട്ടുന്ന സമയത്ത് അറിയാതെ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു മിസ്റ്റേക്കായിട്ട്, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാനിപ്പോൾ നമ്മൾ അടി ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലേ വരാവൂ. അതിൻ്റെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടി കിട്ടും. എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ. ഞാനിങ്ങനെ ഒരു ഇഞ്ച് ഫോർവേഡ് വന്നിരിക്കാം. സ്പടികൻ ജോർജ് ഏട്ടൻ്റെ നിന്ന് ഒറ്റ ഇടി എനിക്ക് കിണ്ണം കെട്ട കള്ളൻ എന്നുള്ള പടത്തിൽ കിട്ടി. അപ്പോൾ ഒരു പല്ല് ഭയങ്കരമായിട്ട് ആടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. ഞാൻ വിചാരിച്ചു പല്ല് പോയത് തന്നെ. അപ്പോൾ ആ പല്ല് ഇങ്ങനെ ഷേക്ക് ചെയ്ത്, അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ഒരു പല്ല് ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട്, ഇത് പല്ല് പോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഏയ് അതൊന്നുമില്ല, അത് 2 ദിവസം കഴിയുമ്പോൾ അത് ഇപ്പോൾ ചെറിയ ഷേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിളയി പോവില്ല, പേടിക്കാതിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വൈഫ് അവരുടെ ഒരു മെഡിക്കൽ ആ ഒരു ഡയഗ്നോസിസ് കറക്റ്റായിരുന്നു. പല്ലിനൊന്നും സംഭവിച്ചില്ല. അന്നത്തെ ദിവസം ഈ പേടിയായിരുന്നു, ഈ പല്ല് ചെറുതായിട്ട് ഇളകുന്നുണ്ടെന്നുള്ള പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വന്ദന സമയത്തുള്ള ഇത് ബോർഡ് തട്ടി താഴെ വീഴുക, ഗോഡ് ഫാദർ സമയത്ത് മരത്തിൻ്റെ മുകളിൽ താഴെ വീഴുക, അങ്ങനെയൊക്കെ അത് നമുക്ക് എല്ലാവർക്കും ചാക്കോച്ചൻ അപകടങ്ങൾ പറ്റിയിട്ടില്ലേ. ഇതൊക്കെ ഫൈറ്റിൻ്റെ ഇടയിൽ ഇതൊക്കെ സാധാരണമാണ്. അതിൻ്റെ പേരിൽ ഇതൊക്കെ നമ്മൾ വലിയ ത്യാഗം ചെയ്തു എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അങ്ങ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വലിയ ഊറ്റം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇത്ര ബ്ലഡ് മലയാള സിനിമയ്ക്ക് വേണ്ടി ചോര ഒഴിച്ചു അങ്ങനെയൊന്നും കാര്യമില്ല. ഇതൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ചിലപ്പം അപ്പുറത്തുള്ള ഒരാളുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ ഈ ഫൈറ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ്. പിന്നെ ആനയുമായിട്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനാണ്. ആനയുമായിട്ട് അഭിനയിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് മോഹൻലാൽ തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രായിക്കര പാപ്പാൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ പാപ്പാനായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത്. ആനപ്പുറത്ത് കയറുന്ന ഒരുപാട് സീനുണ്ട് അതിൽ. അപ്പോൾ മോഹൻലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ആനയും അടിവേരുകൾ എന്ന സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞു മോഹൻലാൽ പറഞ്ഞു, ആനയുടെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ബിഹേവ് ചെയ്യുമ്പം ഒരു സംസാരത്തിലൊക്കെ ഒരു കൺട്രോൾ വേണം, കയ്യും കാലും എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. അത് വലിയ വാല്യുബിൾ ഒരു അഡ്വൈസ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ എടുക്കുമല്ലോ. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എന്നൊക്കെ ഇങ്ങനെ കൈയെടുത്ത് ആന വിചാരിക്കും ആന ഉപദ്രവിക്കുകയാണെന്ന് ഒറ്റ അടി. അപ്പം അവിടെ ആനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആന അടുത്തുണ്ട് എന്ന വിചാരത്തോടെ ചെയ്താൽ പാപ്പാൻ കോൺഫിഡൻസ് തരുമെങ്കിൽ, പ്രായിക്കര പാപ്പാൻ്റെ ഷോട്ട് എടുത്ത് കണ്ടു നോക്കൂ. ആനപ്പുറത്ത് ആ കൊമ്പിൽ ഇങ്ങനെ ഞാൻ തൂങ്ങിയിട്ട്, അത് ഡ്യൂപ്പൊന്നുമില്ല, ഞാൻ തന്നെ, അത് പാപ്പാൻ തന്ന കോൺഫിഡൻസ് ആണ്. നമ്മുടെ മന്ത്രി ഗണേശൻ്റെ ആനയായിരുന്നു. ആ ആന കൊമ്പിൽ പിടിച്ച് 5 ആംഗിളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡ്യൂപ്പില്ലാതെ ചെയ്തു. അതെ, ആന എന്നെ പൊക്കുന്ന അത്ര കോൺഫിഡൻസിൽ ഞാൻ ചെയ്തു. പിന്നെ വേറൊരു സീൻ, ഗജരാജ മന്ത്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആനപ്പുറത്ത് ഞാൻ തിരിഞ്ഞിരിക്കുന്ന, ഇനി ഞാൻ പാപ്പാനല്ല, വ്യാജ പാപ്പാനാണ്, തിരിഞ്ഞിരിക്കുന്ന ഒരു സീൻ എടുത്തിട്ടുണ്ട്. എന്ത് റിസ്ക് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ആനപ്പുറത്ത് നേരെ കയറിയിരിക്കുന്ന തന്നെ റിസ്ക്, അപ്പൊ തിരിഞ്ഞു കയറിയിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുന്ന സീൻ എവിടെ അഭിനയിച്ചു. ഹോൾഡ് ചെയ്യാനൊന്നും പറ്റൂലല്ലേ? അതല്ലേ പറഞ്ഞത്, അത് അഭിനയിച്ചിട്ടുണ്ട്, ഡ്യൂപ്പില്ല, നോക്കിക്കോളൂ. അപ്പൊ അതൊക്കെ ഒരു വിശ്വാസമാണ്, അതങ്ങനെ ചെയ്തു, അങ്ങനെ അങ്ങ് ചെയ്തു പോയി. ആലപ്പുറത്ത് ഇറങ്ങി വന്ന് സെയിം ഷോട്ടിൽ വേറെ വില്ലന്മാരെ ഇടിക്കുന്ന ഷോട്ട് ഗജരാജ മന്ത്രത്തിലുണ്ട്. ചാക്കോച്ചന്റെ പോലെ എന്തെങ്കിലും സ്റ്റണ്ട് സീൻസിന്റെ ഇടയിൽ ചാക്കോച്ചന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് ഫൈറ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്, ആക്ടേഴ്സിന് അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? ഇപ്പുറത്തെ ഇരിപ്പുണ്ട്. എത്ര കിട്ടി? അതൊക്കെ ഒരു ഭാഗമാണ്. അതെ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന്, മറ്റേ ലയയുടെ കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് കിട്ടിയില്ല. അപ്പൊ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ. തീർച്ചയായും. ഈ ഇതില് ചാക്കോച്ചന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? ഇതില് ഹരിശങ്കർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നമ്മുടെ മലയാള സിനിമയിലാണെങ്കിൽ മൊത്തത്തിലും സിനിമയിലെ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ പേര് ഭയങ്കര ഗെറ്റപ്പ് ഉള്ള പേരുകളായിരിക്കുമല്ലോ. ശരിക്കും റിയൽ ലൈഫിൽ പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പേരുകളൊക്കെ. അതെന്തായിരിക്കും സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് അത്രയും ഭയങ്കര ഗെറ്റപ്പ് ഉള്ള പേരുകളായിരിക്കുമല്ലോ? ഏത് സിനിമ എടുത്തു നോക്കിയാലും. ഹരിശങ്കർ അങ്ങനെ ഒരു സാധാരണ പേരല്ലേ? ഇല്ല, ഹരിശങ്കർ നല്ലൊരു പറയുമ്പോൾ ഹരി എന്ന് പറഞ്ഞാൽ അത്ര വെയിറ്റ് ഇല്ല, ഹരിശങ്കർ നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നായകനല്ലേ അല്ലേ? അല്ല, പേരുകളിൽ അങ്ങനെ വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് റിയൽ ലൈഫിലുള്ള പേരാണെങ്കിൽ ജഗദീഷ്, കിട്ടുന്നത് അപ്പുകുട്ടൻ. അപ്പൊ തങ്കു, വീട്ടിലെ പേര് തങ്കു എന്നാണ്. ആണോ? അശോ. ചാക്കോച്ചൻ എന്താ വീട്ടിൽ വിളിക്കുക? എന്നെ ചാക്കോച്ചെന്ന് വിളിക്കാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിക് നെയിം ഉണ്ടോ? താല്പര്യമില്ല പറയുന്നത്. അപ്പു. റംസാന്റെ നിക് നെയിം എന്താ? ഒന്നുമില്ല, റംസു. അത് മതി, റംസു. റംസു. ഇപ്പൊ നിങ്ങൾ ഒരുപാട് മൂവീസ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സത്യം ശിവം സുന്ദരം ആണെങ്കിലും നക്ഷത്രത്താരാട്ട്. അപ്പൊ നിങ്ങൾ അത്രയും എന്താ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. നിങ്ങൾ രണ്ടാളുടെയും കരിയർ ഗ്രോത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒബ്സർവ് ചെയ്തത്? അല്ല, മ്യൂച്വൽ അഡ്മിറേഷൻ ഉണ്ട്. ചാക്കോച്ചൻ്റെ ആ വളർച്ചയിലും ചാക്കോച്ചൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും ടോപ്പായിട്ട് നിന്നിട്ടുള്ളപ്പോഴും പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തപ്പോഴും ഒക്കെ തന്നെ ഡൗൺ ടു എർത്താണ്. ചാക്കോച്ചൻ മതി മറന്നിട്ടില്ല. അത് ചാക്കോച്ചൻ്റെ ഒരു ഗ്ലോറിയിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴും ഞാൻ വല്ലാത്ത അവസ്ഥയിലാണെന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല. വേറെ രീതിയിൽ ഹാർഡ് വർക്കിലൂടെ ഏൺ ചെയ്തു. അപ്പോൾ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ. അത് തോന്നിയിട്ടുണ്ട്. പിന്നെ ചാക്കോച്ചൻ ഒരു രീതിയിൽ മാതൃകയാണ്. ചാക്കോച്ചന് ഈ പറഞ്ഞ പോലെ ഗ്ലാമർ ബോയ് ആ ഇമേജൊക്കെ അങ്ങ് ഷെഡ് ചെയ്തിട്ട് വേറെ തരത്തിൽ ചാക്കോച്ചനൊക്കെ വിരൂപനാകാനാണ് ശ്രമിച്ചത്. നമുക്കൊന്നും അതിന് മേക്കപ്പ് വേണ്ട. ചാക്കോച്ചൻ പല്ലൊക്കെ വെച്ച് എന്തെല്ലാം രീതിയിൽ പാടുപെട്ടെന്നറിയോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ സൗന്ദര്യം ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഇതൊക്കെ എന്താ പറയുക, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പല്ല് വയ്ക്കുന്നതും കാര്യങ്ങളും അതൊന്നുമില്ല. സൗന്ദര്യം എന്നുള്ളത് അത് വേറെ, പക്ഷെ വേറെ രൂപം കൊണ്ടുവരാൻ ചാക്കോച്ചൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ഞാനും ARM ഞാൻ വേറെ പല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അപ്പിയറൻസിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചാക്കോച്ചൻ നടത്തിയിട്ടുണ്ട്, ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ നല്ല പ്രോജക്ട്സ് വരുമ്പം അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം ചാക്കോച്ചൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാക്കോച്ചൻ്റെ കൂടെ അടുത്ത പ്രോജക്റ്റ് അപ്പോൾ ഉടനില്ലെങ്കിലും സമീപഭാവിയിൽ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചാക്കോച്ചന് ഒരുപക്ഷെ ഞാൻ വരുന്നതിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ രണ്ടാളുടെയും ഇപ്പോൾ നമ്മൾ കരിയർ വൈസ് പറയാൻ നോക്കുവാണെങ്കിലും രണ്ടാളും നിന്ന ഒരു ഇമേജിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചാക്കോച്ചന് പറയാനുള്ളത്? അല്ല, അത് മനഃപൂർവ്വമുള്ള ശ്രമങ്ങളാണ്. അത് ഫ്രൂട്ട്ഫുൾ ആകുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാൻ സാധിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിലും വലിയൊരു കാര്യം. ഇപ്പം ജഗദീഷ് ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ അധികം സിനിമകൾ ഇടക്കാലത്ത് ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ പോലും ജഗദീഷ് ചേട്ടൻ ചെയ്ത പുരുഷപ്രേതവും അതേപോലെ തന്നെ ഫാലിമിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ജഗദീഷ് ചേട്ടനോടൊപ്പം തന്നെ ആസ്വദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും പിന്നീട് ഈ പറയുന്ന പോലെ ഒരു വേറൊരു സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ട്
ഒന്നിച്ച് ചേരുമ്പോൾ അതൊരു ഒരു ഒരു ഭയങ്കര ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ചാക്കോച്ചൻ ആദ്യമൊക്കെ ആ ഒരു എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പം ഭയങ്കര വെർസിറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ആ ഒരു എന്താ ചോക്ലേറ്റ് ബോയ് ക്യാരക്ടേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടോ പിന്നീട്? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരെണ്ണം താല്പര്യമില്ല. അങ്ങനെ ഒരെണ്ണം എന്നുള്ളതല്ല, അതിനേക്കാളും നല്ലതായിട്ടുള്ള ചോക്ലേറ്റ് ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചാക്കോച്ചന്റെ പക്ഷെ എന്റെ പ്രായത്തിനനുസരിച്ചുള്ള ചാക്കോച്ചന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഡബിൾ റോളാണ്. ഒന്ന് ചോക്ലേറ്റ് ആയിട്ട്, ഒന്ന് വേറെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു. ഇപ്പൊ ചേട്ടനാണെങ്കിലും ആദ്യമൊക്കെ ഫുൾ കോമഡി ആ ഒരു ഇതാണ്. അപ്പോൾ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മളെ ഒരു എന്താ ടൈപ്പ് ക്യാരക്ടർ പോലെ ആക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചേട്ടൻ അതിൽ നിന്ന് പുറത്ത് വരാൻ ഒരു ഡിഫിക്കൽട്ടി തോന്നിയായിരുന്നു? ആരും അങ്ങനെ ഒരു അല്ല, ടൈപ്പ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനവും ഒക്കെ ശരിയല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യപ്പെടും, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പ്രോജക്റ്റ് നന്നായാലേ നമുക്കും രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ടൈപ്പ് ഓഫ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും കഥാപാത്രമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞിരുന്നാൽ കുറേയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്താണ് എൻ്റെ തെറ്റ്. അങ്ങനെ എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ട് കുറച്ച് നാളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് ഐ ഷുഡ് നോട്ട് ഹാവ് അക്സെപ്റ്റഡ് ദോസ് റോൾസ്. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് ടി വിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് ലീല, റോഷാക്ക് അങ്ങനെ വീണ്ടും വരാനുള്ള ആ ഗ്യാപ്പ് എടുത്തത് എനിക്ക് ഗുണമായി. ചാക്കോച്ചനും അത് വേറെ രീതിയിൽ ആ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഗ്യാപ്പ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ഗ്യാപ്പ് എടുക്കണം. കാരണം അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് നമ്മളെ സ്വയം നന്നാക്കാനും ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുത്ത് നമ്മൾ കുറച്ച് എഫേർട്സ് എടുത്താൽ എല്ലാം കൂടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒത്തുവരാണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ നമ്മളെ തേടിയെത്തും. അതിൽ സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ലൈഫ് കിട്ടും. എന്താ ഡീറ്റോക്സിങ് ടൈം എല്ലാവരുടെയും ലൈഫിൽ വേണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ ചേട്ടന്? അല്ല, അത് നിയമം പറയാൻ പറ്റില്ല, ഇൻഡിവിജ്വലാണ്. എൻ്റെ കേസിൽ അങ്ങനെയാണ്. വേറൊരാൾക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് എടുക്കാൻ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. ചാക്കോച്ചന് എടുക്കാൻ പറ്റി, എനിക്ക് എടുക്കാൻ പറ്റി. അതേപോലെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് എടുത്ത് അതോടുകൂടി ചിലപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് ഉപദേശിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇതൊക്കെ ആപേക്ഷികം. അപ്പം നമ്മളങ്ങനെ പോയി ഒരു പരീക്ഷണം നടത്തുമ്പോൾ സക്സസ്ഫുൾ ആവുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്, അമ്പേ പരാജയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഒന്ന് ഗ്യാപ്പ് എടുക്കാമെന്ന് അല്ല, ഒന്ന് ഗ്യാപ്പ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഇപ്പൊ ഇത് കേട്ട് പേടിച്ച് കാണും. അതൊക്കെ അവരവരുടെ സ്വന്തം റിസ്കിലെ തീരുമാനങ്ങൾ എടുത്തോട്ടെ. നമ്മളെ ഉപദേശിക്കാൻ ആരുമല്ല. നമ്മൾ അവരുടെ കാളും മുകളിലല്ല, നമ്മൾ ആരുടെയും മുകളിലല്ല. നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് വിചാരിക്കുന്നത് മണ്ടനാണ്. ഞാൻ നിങ്ങളെക്കാളും എല്ലാം ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നതിനാണ് ഏറ്റവും വലിയ മണ്ടൻ. എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന പ്രേക്ഷകർക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ജയറാമേട്ടൻ ചേട്ടനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന ഒരു റീൽ കട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ചേട്ടൻ്റെ ഒരു ചേഞ്ചിനെ പറ്റിയിട്ട്. ജയറാം ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഓസ്ലറിൽ തന്നെ ഒരു ഡിഫറെൻ്റ് റോളാണ് ചെയ്തത്. ജയറാം അതിനേക്കാളും കൂടുതൽ അന്യഭാഷകളിൽ ജയറാമിൻ്റേതായിട്ടുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ പോലും ജയറാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല സക്സസ്ഫുൾ പ്രോജക്ട്സിലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ജയറാം വെറൈറ്റി ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഓസ്ലറിന് ശേഷം ഓസ്ലറിൻ്റെ 2ാം ഭാഗം അതേപോലുള്ള ചലച്ചിത്രങ്ങളുമായിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കളിവീട് സിനിമയിലെ ഉലഹന്നാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ ആ ക്യാരക്ടറിന് ഇങ്ങനെ വന്നിട്ട് എന്താ മേശ്വരിയുടെ പണി കഴിഞ്ഞു, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഓടി വന്നിട്ട് അത്രയും സീരിയസ് ആയിട്ട് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഏതെങ്കിലും ആളുകളെ പരിചയമുണ്ടോ ചേട്ടന്? അല്ല, ഇതൊരു കോയിൻസിഡൻസ് പറയട്ടെ. ഇന്ന് ചാക്കോച്ചൻ എൻ്റെ അടുത്ത് ഈ സീനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു 5 മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുപാട് ചിരിച്ചു ചാക്കോച്ചൻ. എനിക്ക് ഇഷ്ടപ്പെട്ട സീനാണ്. അത് കാണുമ്പോൾ നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും ഞാൻ ചിരിക്കും. ആ സീനിൽ പണി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ എപ്പോഴായിരുന്നു, എന്ത് പണി കഴിഞ്ഞ് നീ അതിനകത്ത് ഒരു ഹ്യൂമന്റെ ഇന്നസെൻസ് ഉണ്ട്. ഈ നിഷ്കളങ്കമായിട്ടുള്ള ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡയലോഗ്സ് ഉണ്ട്. അതായത് ദിലീപിൻ്റെ അടുത്ത് ഞാൻ കല്യാണ സുഗന്ധത്തിൽ പറയുന്നുണ്ട്, ഈ തിയേറ്ററിൽ ഇന്ന് കാണുമ്പോൾ ചിലർ 2ാമത് ഇട്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറയാണ്, നീ വിഷമിക്കാതെ, ദൈവം നമ്മളെ കൈവടിയാതിരിക്കില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്.
പറയുന്നത്. അങ്ങനെയുള്ള നിഷ്കളങ്ക ഹ്യൂമറായിട്ടുള്ള ചില സംഭവങ്ങൾ. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകളിൽ ഒന്നാണ് ഗജകേസരി യോഗത്തിലൊരു സീനുണ്ട്. അതായത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ വീട്ടിലിരുന്ന് ഞാൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, ആനയെ വാങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കുസൃതി പോലെ റിയൽ ഷോട്ടിൽ നടക്കാൻ, ഇത് പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെടിയിൽ ഇങ്ങനെ അവിടെ നടുവിലൊരു ചെടിയിലുണ്ട്, ഈ ചെടിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോണ്ടിരിക്കുന്നു, ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ ചെടി എൻ്റെ കയ്യിൽ വന്നു. അത് മൂടോടുകൂടി എൻ്റെ കയ്യിൽ വന്നു. പിന്നെ എൻ്റെ ശ്രമം മുഴുവൻ ഇന്നസെൻ്റ് ഏട്ടൻ അറിയാതെ അത് കുഴിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്നസെൻ്റ് ഏട്ടൻ അറിയാതെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുഴിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട്, ഇത് സംവിധായകൻ പറഞ്ഞതല്ല, സീനിലുള്ളതുമല്ല, ഞാൻ പതുക്കെ ഇങ്ങനെ കുഴിച്ചു വെക്കും. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു വലിയ ആക്ടർ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഇന്നസെൻ്റ് ഏട്ടൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ ഡയലോഗ് തീർന്നതിന് ശേഷം നീ എന്തായി കാണിക്കേ, അതും ശ്രദ്ധിച്ച്. അപ്പൊ ഒരു ആക്ടറിന്റെ ആ ഗ്രേറ്റ്നെസ് ആലോചിച്ചു. നമ്മൾ ചെയ്യുമ്പം അത് വിട്ടിട്ട് ആ സീൻ തീർന്നു അങ്ങനെയല്ല. ഞാൻ ചെയ്ത ഈ കാര്യത്തിനെ അക്നോളജ് ചെയ്ത് അതിനെ ഹൈറ്റിൽ എത്തിച്ചു. നീ എന്തായി കാണിക്കണെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് മരിച്ചിളക്കി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പറിച്ചു കളയാന്നുള്ളത് മനസ്സിലില്ലായിരുന്നല്ലോ, വെറുതെ അതെ ഞാൻ ചെറിയൊരു ഐഡിയ മനസ്സിൽ അതിങ്ങനെ വരികയാണെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയില്ല. ചിലത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ജഗതി ചേട്ടൻ. ജഗതി ചേട്ടൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഇംപ്രവൈസ് ചെയ്യുന്ന പ്രിയൻ തന്നെ ചിരിച്ചും, ഞാനുള്ള സിനിമയല്ല, ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ജഗതി ചേട്ടൻ വന്ന് അകത്തോട്ട് സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന ഒരു SI, അത്രേ ഉള്ളൂ. അപ്പോൾ വെളിയിൽ എന്തോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ നിർത്തിയിട്ടുണ്ട്. ജഗതി ചേട്ടൻ പ്രിയൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. കയറി വന്നിടം ജഗതി ചേട്ടൻ വന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താണ് നിൽക്കുന്നത്. അപ്പോൾ ജഗതി ചേട്ടൻ ലൈസൻസ് ഉണ്ടോടാ എന്ന് ചോദിക്കും. ഉടനെ ആളുകൾ ഉണ്ടെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളാണ്, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അകത്തേറി പോകും. പ്രിയൻ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. അതാണ് ജഗതി ചേട്ടൻ. അങ്ങനെ ജഗതി ചേട്ടൻ ഇംപ്രവൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താരും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ട് പുള്ളി അപ്പുറത്തും നോക്കിയിട്ട് ചുരണ്ടിയിട്ട് ആ ചുവരില്ലേ, ആ കുമ്മായം ചുരണ്ടിയിട്ട് വേറൊന്നും കിട്ടാത്ത, അത് ജഗതി ചേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള അവരൊക്കെ ചെയ്ത കോമഡി എന്ന് പറഞ്ഞിരുന്നാൽ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത കോമഡി ഒന്നുമല്ല. ഇന്നസെൻ്റ് ഏട്ടൻ, ജഗതി ചേട്ടൻ, ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഗോഡ് ഫാദറിൽ നീ എന്തിനാ പഠിക്കണേ, ഫൈനൽ ഇയർ LLBക്ക്, അതല്ല ചോദിച്ചാൽ നീയൊക്കെ എന്തിനാ പഠിക്കണേന്ന്. അപ്പം അതിൽ തുരുതുരാ ഡയലോഗുണ്ട്. ഞാൻ രക്ഷപ്പെട്ടും മര്യാദയ്ക്ക് നിന്നിട്ട് ഓടേണ്ട ഒരു കാര്യമില്ല ഗോഡ് ഫാദറിൽ. അപ്പോൾ ഓടും. അവർ കണ്ടില്ല, ഞാൻ വേണം ഒളിച്ചു നിന്നാൽ മതിയായിരുന്നു. ഓടി വന്ന് എന്നെ പിടിച്ചു. നീ എന്തിനാണ് ഓടിയ? അള്ളാനെ പേടിച്ചിട്ടാണോടാ? അള്ളാനെ പേടിച്ചിട്ട് നീ എന്തിനാണ് ഓടുന്നേ? കള്ളലക്ഷണം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അയ്യോ, വീട്ടിലെല്ലാവർക്കും കള്ളലക്ഷണം. അതെല്ലാം അതിന്റെ ഒരു സംഭവങ്ങളാണ്. അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ജഗതി ചേട്ടൻ്റെ കൂടെ, ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ, നെടുമുടി ചേട്ടൻ്റെ കൂടെ, ശ്രീനിവാസൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രീനിവാസന്റെ ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്താരും പറയാത്ത രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ശ്രീനിവാസൻ. ഒരു സീനിൽ വരുമ്പോൾ ഒരാൾ വന്ന് വെയിറ്റർ വന്ന് ചോദിക്കും, സർ ചായ എന്ന് ചോദിക്കാൻ നേരത്തെ ശ്രീനിവാസൻ ഡയലോഗ്, വേണ്ടി വന്നേക്കും. ഇങ്ങനെ ലോകത്ത് ആരെങ്കിലും ഒന്നുകിൽ വേണം അല്ലെങ്കിൽ വേണ്ട. ശ്രീനിവാസൻ വേണ്ടി വന്നേക്കും. ഇങ്ങനെയുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹ്യൂമറുകൾ പറയാൻ ഇവരൊക്കെ ഭയങ്കരമാണ്. അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഒരു ശ്രമങ്ങൾ കുറച്ച് ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അയ്യോ, അങ്ങനൊന്നും അല്ല. ഭയങ്കര ഒരുപാട്, അത്രയും നമുക്കിപ്പോൾ എന്തുമാത്രം റോൾസ് ആണ് ചേട്ടൻ ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് പറയുന്നത്.